ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് പൊതുപരീക്ഷയുടെ ഖുർആൻ ഹിഫ്ള് എക്സാം വരുന്നത് ഫെബ്രുവരി 16-നാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 2024 വന്ന ചോദ്യപേപ്പറാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിൽ ആലി ഇമ്രാനിലെ കുറച്ച് ആയത്തുകളാണ് നോക്കി ഓതാൻ പറയുന്നത്. അപ്പോൾ അതിലെ മഖാരിജുൽ ഹുറൂഫ്, തജ്വീദ് നിയമങ്ങൾ, പിന്നെ അതിൻ്റെ ശൈലി, ശബ്ദമാധുര്യം, അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് പരിഗണിക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഓതി കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ മുൻ വർഷങ്ങളിലെ മറ്റു ചോദ്യപേപ്പറും പോസ്റ്റ് ചെയ്യാം. അതിൽ വന്ന സൂറത്തും ഏതൊക്കെയാണ് ഹിഫ്ലിൻ്റെ ഭാഗത്ത് വന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് യാസീനും വാക്കിയയുമാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഇടയിൽ നടന്ന് ഒക്കെ ആയത്തുകൾ ചോദിക്കും. അപ്പോൾ ഇതിൽ വന്നതുപോലെ മറ്റാരോടെങ്കിലും വാക്കിയയിൽ നിന്നും യാസീനിൽ നിന്ന് ഇടയിൽ ആയത്തുകൾ ചോദിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റ് വർഷത്തെ ചോദ്യപേപ്പറുകളും ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഖുർആൻ ഹിഫ്ള് എക്സാമിന് ഓതി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുണ്ടാവുമ്പോൾ അവർ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ദിക്റുകളും ദുആകളൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടി വരിക. നിസ്കാരത്തിലെ ദിക്റ്, ദുആ, അതുപോലെ മയ്യിത്ത് ദുആവും ദിക്റുകളും തൽക്കീന്, തസ്ബീത്ത്, അങ്ങനെയുള്ള ദിക്റുകളൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അത് ഉസ്താദിനോട് ചോദിക്കുക, എക്സാമിന് മുന്നായിട്ട് ചോദിക്കുക. ഞങ്ങൾക്ക് ഇതാണ് അവസ്ഥ, അപ്പോൾ നിങ്ങൾ ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചോദിച്ചാൽ അതിനുള്ള അറിയിപ്പുകളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഈ വോയിസ് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.